ജസ്പ്രീത് ബൂംറ വാട്ട് എ സ്പെൽ. ലാസ്റ്റ് വന്നിട്ട് ആ ഒരു 18ാമത്തെ ഓവറിൽ വെറും 6 റൺസ് മാത്രം ഇങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ വന്നിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലെജൻഡ്. അപ്പോൾ ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ ജീനിയസ് എന്ന് പറയുന്നത് ഇതാണ്. പുള്ളിയെ കൊണ്ട് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അക്സർ പട്ടേൽ 2 ക്യാച്ച് എടുത്തു. ഹാരി ബ്രൂക്കിൻ്റെ ഒരു അസാധ്യമായിട്ടുള്ള ക്യാച്ച് 24 മീറ്ററാണ് പുറകിലേക്ക് ഓടി ഫുൾ ഡൈവ് ചെയ്തിട്ട് ആ ക്യാച്ച് എടുത്തത്. ആ കാൽക്കുലേഷൻ, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ വിൽ ജാക്സും ബെത്തലും കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ഇംഗ്ലണ്ടിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിൽ ജാക്സിൻ്റെ ഒരു ക്യാച്ച് ബൗണ്ടറി ലൈനിൽ അതേപോലെ തന്നെ ഒരു അളന്ന് മുറിച്ച് ഓടിയെടുത്ത് ശിവൻ ദൂബെയുടെ കയ്യിലേക്ക് കോരിയിട്ട് കൊടുക്കുന്ന ആ ഒരു ക്യാച്ച്. ആ 2 ക്യാച്ചിനെ നമ്മൾ പ്രൈസ് ചെയ്യും. ജസ്പ്രീത് ബൂംറയുടെ ആ ഒരു സ്പെല്ലിനെ നമ്മൾ പ്രൈസ് ചെയ്യും. അത് ഹർദിക് പാണ്ഡ്യയുടെ ഓപ്പണിംഗ് സ്പെല്ല് അവസാനം വന്നിട്ട് ഒരു 19th ഓവറിൽ ഒരു 9 റൺസ് മാത്രം വിട്ടുകൊടുത്ത ഒരു ഓവർ. സഞ്ജു സാംസൺ പ്രത്യേകിച്ച് ഒരു ഹൈ ലെവലിൽ ഇരിക്കുമെങ്കിൽ പോലും ബാക്കി എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത രീതി. തിലക് വർമ്മയുടെ 7 ബോളിൽ 21 റൺസ്, 300 സ്ട്രൈക്ക് റേറ്റിൽ അവസാനം വന്ന് അടിക്കുന്നത്. വെറും 7 റൺസിൽ ഇന്ത്യ ജയിച്ചൊരു കളിയിൽ ആ ഒരു ഇന്നിങ്സ്, ആ ഒരു ചെറിയ ക്യാമിയോ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആലോചിക്കുക. ശിവൻ ദൂബെ ആസ് ഓൾവേസ് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് മിഡ് ഓവേഴ്സിൽ വന്ന് കളിക്കുന്നു എന്ന് വേണ്ട, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തൊരു മാച്ച്. ഇംഗ്ലണ്ടിന് ഈ മാച്ച് നഷ്ടപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ പോയിന്റ് ഞാൻ പറഞ്ഞാൽ സഞ്ജു സാംസന്റെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്യാച്ച് ഹാരി ബ്രൂക്ക് കളഞ്ഞ ആ ഒരു നിമിഷത്തിലാണ് ഇംഗ്ലണ്ട് സത്യം പറഞ്ഞാൽ ഈ മാച്ച് നഷ്ടപ്പെടുന്നത്. ഇന്ത്യയുടെ മൊമെൻറ്റം ബിൽഡ് ചെയ്തത്, ഇന്ത്യയെ നയിച്ചു സഞ്ജു സാംസണാണ്. കിട്ടിയ അവസരം ഒരു എന്താ പറയുക, ഡോളി എന്നൊക്കെ പറയുന്ന പോലെ, ഒരു പഴം ക്യാച്ച് എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ ഒരു ക്യാച്ച്, കയ്യിലേക്ക് വന്ന ഒരു ക്യാച്ച് വെളി കളഞ്ഞ ഹാരി ബ്രൂക്ക് തീർച്ചയായിട്ടും ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും പുള്ളി ആലോചിക്കുന്ന ആ ക്യാച്ചിനെ പറ്റിയിട്ടാണ്. ആ മാച്ചാണ്, ഈ വേൾഡ് കപ്പാണ് ശരിക്കും പറഞ്ഞാൽ അവർ ആ ഒരു സഞ്ജു സാംസന്റെ ക്യാച്ച് കളഞ്ഞതിലോടുകൂടി ഹാരി ബ്രൂക്ക് കളഞ്ഞത്.